ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഈസി ക്രാഫ്റ്റ്സ്. നിങ്ങൾ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആണെന്നുള്ളത്. നമ്മൾ ഉദ്ദേശിച്ചത് ജേർണലിംഗ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ജേർണലിംഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജേർണലിംഗ് സപ്ലൈസ് ഒക്കെ നമ്മൾ സ്ക്രാച്ച് മുതൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ജേർണലിംഗ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ തീം പേർപ്പിൾ ജേർണലിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിക്ക സാധനങ്ങളും പേർപ്പിൾ ഷെയ്ഡിലായിരുന്നു. ആൻഡ് പേർപ്പിൾ കവായി ജേർണലിംഗ് ആയതുകൊണ്ട് തന്നെ ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള സാധനങ്ങളും പേർപ്പിൾ ഷെയ്ഡും ആയിരുന്നു നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, നമ്മൾ 6 സാധനങ്ങളാണ് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചത് ഉണ്ടാക്കിയെടുത്തതായിട്ട്. പാറ്റേൺ പേപ്പേഴ്സ്, വാഷി ടേപ്സ്, സ്റ്റിക്കി നോട്ട്സ്, കവായി സ്റ്റിക്കേഴ്സ്, സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സ്, ഫ്ലോറൽ സ്റ്റിക്കേഴ്സ്, ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ജേർണലിംഗ് ചെയ്യുക എന്നുള്ളതാണ്, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പ്ലെയിൻ പേർപ്പിൾ പേപ്പറിനെ ഇങ്ങനെ ക്രംപിൾ ചെയ്തിട്ട് നമ്മുടെ ബുക്കിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ, താഴത്തെ കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ആൻഡ് അതിന് ശേഷമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാറ്റേൺ പേപ്പറിൽ ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് റാൻഡമായിട്ട് നമുക്ക് ഒരു ഷേപ്പൊന്നും ഇല്ലാതെ നമ്മൾ വേവി ആയിട്ട് ഇഷ്ടമുള്ള മാതിരി മുറിച്ചിട്ട് അതിന് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിൻ്റെ മേളിലായിട്ട്. ഐ എം റിയലി സോറി ഗൈസ്, ഞാൻ ഈ ജേർണലിങ്ങും ഈ വീഡിയോയും ഒക്കെ ഞാൻ ജാനുവരി 2025 ചെയ്തു വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ജാനുവരി 2025 എഴുതുന്നത്, തെറ്റി എഴുതുന്നതല്ല കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറച്ച് തിരക്കുകളായതുകൊണ്ട് എനിക്കിത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചു അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇത് വളരെ എൻ്റെ ആദ്യത്തെ ജേർണലിങ്ങുമാണ്. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഔട്ട്കം വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെറുതെ പോസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കൂടെ എനിക്കിഷ്ടമായ സ്ഥിതിക്ക് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് ഇഷ്ടമാവുമായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ ഡിഡ്. പക്ഷേ നമ്മൾ ഫെബ്രുവരിയും പറ്റാവുന്ന മാസങ്ങളിലൊക്കെ ഓരോ ജേർണലിംഗ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ ഫെബ്രുവരി ഫിനിഷ് ആവുന്നതിന് മുന്നേ തന്നെ നെക്സ്റ്റ് ഒരു ജേർണലിംഗ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. പക്ഷെ അത് ഇനീഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ നമ്മൾ സ്ക്രാച്ച് മുതൽ ചെയ്യില്ല. നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സും അല്ലെങ്കിൽ വാഷി ടേപ്സും പാറ്റേൺ പേപ്പേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെയുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിക്കി നോട്ട്സ്, നമ്മുടെ കൈവശം 3 കളറാണ് ഉണ്ടായിരുന്നത്, അതിൽ 2 കളർ എടുത്ത് സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ചു. അതിന് ശേഷമായിട്ട് വീണ്ടും നമ്മൾ പാറ്റേൺ പേപ്പർ എടുത്തിട്ട് എൻ്റെ കയ്യിലൊരു സിഗ്സാഗ് സിസേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ ഇതുമാതിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസേഴ്സ് ഉണ്ടാവും. ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സിഗ്സാഗ് സിസേഴ്സാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അതൊന്നുമില്ല, പ്ലെയിൻ സിസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷമായിട്ട് ഞാൻ ആ സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അതിന് ഇഷ്ടമായിട്ടുള്ള ഒരു സ്റ്റാമ്പ് സ്റ്റിക്കർ ഓവൽ ഷേപ്പിലുള്ളതിനെയും ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷമായിട്ട് നമ്മൾ വാഷി ടേപ്പാണ് എടുത്തത്. വാഷി ടേപ്പിലെ ആ ഗ്രേപ്പിൻ്റെ പാറ്റേണിൽ നമ്മൾ ചെയ്ത് വെച്ച വാഷി ടേപ്പും ഇതുപോലെ നമ്മൾ ആ പാറ്റേൺ പേപ്പറിൻ്റെ മുകളിലേക്ക് 2 സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷമായിട്ട് നമ്മൾ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് ആ ഫ്ലോറൽ സ്റ്റിക്കേഴ്സിൻ്റെയും നമ്മൾ ആ പാറ്റേൺ പേപ്പേഴ്സിൻ്റെ മുകളിലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സാണ്. അതിനെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കവായി സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒട്ടിക്കൽ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞു. ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് റൈറ്റിംഗ് ആണ്. ജേർണലിംഗ് ആയതുകൊണ്ട് തന്നെ വെറും ഒട്ടിക്കൽ മാത്രമായിട്ട് നമുക്ക് നിർത്തണ്ടല്ലോ. നമ്മൾ ഈ ജേർണലിംഗ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ജസ്റ്റ് ഡയറി എഴുതുന്ന പോലെ തന്നെ നമുക്ക് ഇന്നതേ എഴുതാൻ പാടുള്ളൂ, ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. ഇത് നമ്മുടെ പേഴ്സണൽ സ്പേസാണ്. നമുക്ക് എന്താ വേണ്ടത് നമുക്ക് എഴുതാം, എങ്ങനെയാണ് വേണ്ടത് നമുക്ക് എഴുതാം. അതുപോലെ തന്നെയാണ് ജേർണലിങ്ങും. അപ്പോൾ നമ്മുടെ ജേർണലിങ്ങിൽ ഞാനിപ്പോൾ എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കി നോട്ടിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശമുള്ള കാര്യങ്ങൾ 3-4 പോയിൻറ്റ്സ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷമായിട്ട് നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ഹൈലൈറ്റ് ചെയ്യാറുണ്ടല്ലോ ബുക്സിൽ, അതുപോലെ ഞാൻ എനിക്ക് എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മാർക്കർ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു ആ ലൈൻസൊക്കെ. എന്നിട്ട് അതിന് ശേഷമായിട്ട് ആ വരച്ചു കൊടുത്തിട്ടുള്ള ഭാഗത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ അതിനെ എഴുതാം, നിങ്ങളുടെ ഇമാജിനേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്. അതിനുശേഷം
എനിക്ക് കുറച്ച് താഴെയും കൂടെ സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ ബ്ലൂ സിഗ്സാക്ട് ലൈന് വരച്ചു. അതിനുശേഷമായിട്ട് ഞാൻ സി യു നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജേർണലിങ്ങിനെ ഒന്ന് എൻഡ് ചെയ്തു. ദിസ് ഇസ് വാട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ജേർണലിംഗ് ലുക്സ് ലൈക്ക് മൊത്തത്തിൽ. നിങ്ങളോട് ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത് ചെയ്യാത്ത ആൾക്കാരാണ്, എന്നെപ്പോലെ ഇതുവരെ ജേർണലിംഗ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ സ്വന്തമായിട്ട് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ട് അതിന് ചെയ്തു നോക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കണം. പിന്നെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് ഈ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇത് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.